ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അലീവ് ചാരിറ്റബിൾ സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി. പൊതുയോഗത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ സിംപോസിയവും സംഘടിപ്പിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. സിംപോസിയം ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വി.കെ. രാജു മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത ലഹരിക്കെതിരെയുള്ള പ്രതിരോധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. നിരവധി എൻ്റെ 30 വർഷത്തെ പോലീസ് ജീവിതത്തിനിടയിൽ നിരവധി ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാൾ ഈ ഒരു ഗണത്തിൽപ്പെട്ടിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവരെ നന്നാക്കുകയും സ്വയം നന്നാകുകയും ചെയ്ത ഒരാളെ ഞാൻ ഇതുവരെ ഈ 30 വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 16-ാം വയസ്സിൽ കഞ്ചാവിന് വീടുവലിയിലൂടെ കഞ്ചാവിലേക്ക് എത്തി കഞ്ചാവിനടിമയാവുമ്പോൾ സ്വാഭാവികമായിട്ടും പണം ആവശ്യമാണ്. പണം ജോലി സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത മാർഗം മോശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പണം സമ്പാദിക്കുകയും ആ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയും അവിടെ നിന്ന് തിരിച്ച് ലൈഫിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഒരാളും ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം എല്ലാവരും പാരൻസാണ്.